അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വിൻറ്റേജ് ജേണൽ സപ്ലീസിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് പേപ്പർ ഡെയിലീസ് ഉണ്ടാക്കാം. ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന A4 ഷീറ്റിലാണ്. പിന്നെ ഇതിന് സർക്കിളിന് അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻ്റൊക്കെ എടുക്കാവുന്നതാണ്. ജേണൽ സപ്ലീസ് ഉണ്ടാക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത് എനിക്ക് തോന്നുന്നു ഈ പേപ്പർ ഡെയിലീസ് ഉണ്ടാക്കുമ്പോഴായിരിക്കും. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളത് കാണുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാലോചിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കാതിരിക്കുകയല്ലേ. നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന സർക്കിളിൻ്റെ ഏറ്റവും എഡ്ജസ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് കുഞ്ഞിതായിട്ട് ഒരു പെറ്റൽ ഷേപ്പിലിങ്ങനെ വെട്ടിക്കൊടുക്കുക. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ക്ഷമ എന്ന് പറയുന്ന സാധനം വേണ്ടത്. ചുറ്റിനും ഇങ്ങനെ വെട്ടി വരുമ്പോഴേ ചിലപ്പോൾ ചിലത് കയറി നിൽക്കി ഇരിക്കും. പക്ഷേ സാരില്ല, നമ്മുടെ ജനലിൽ ഒട്ടിക്കാനല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് പെറ്റൽസ് എല്ലാം കട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കുഞ്ഞി ഡയമണ്ട് ഷേപ്പോ അങ്ങനെ എന്ത് വേണേലും പറയാം, അതുപോലെ ഇങ്ങനെ സർക്കിളിൽ തന്നെ നമ്മൾ വെട്ടിയെടുക്കാം. ഞാനിവിടെ ചെയ്തു വന്നപ്പോൾ ഇടയ്ക്ക് മെഷർമെൻറ്റ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും സാരില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ പേപ്പർ ഡോലീസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മോട്ടിവേഷണൽ കോച്ചൊക്കെ എഴുതിയിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്കിൻ്റെ ഒരു പ്ലെയിൻ പേജ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടെന്താ അതിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കോട്ട്സും ഇഷ്ടപ്പെട്ട കുറച്ച് വേർഡ്സും ഒക്കെ അങ്ങോട്ട് നിറയെ എഴുതി കൊടുക്കുക. ഇനി നമ്മൾ ഈ എഴുതി വെച്ചവന്മാരെയൊക്കെ ഓരോ പെട്ടിയുടെ ഉള്ളിലാക്കിയിടണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുട്ടി ബോക്സസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനിതിന് മേളിൽ തൽക്കാലം പശ ഒന്നും ഒട്ടിക്കുന്നില്ല. ആവശ്യമുള്ളപ്പോൾ പശ എടുത്ത് ഒട്ടിക്കാമല്ലോ. വാഷി ടിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കട്ടി കുറവുള്ള നമ്മുടെ വൈറ്റ് ചാർട്ടിൽ അതാണ് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ വണ്ണം കുറഞ്ഞിട്ടുള്ള വാഷി ടേപ്പും കുറച്ചുകൂടി വീതിയുള്ള വാഷി ടേപ്പും ഒക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് രണ്ട് തീമിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിൻറ്റേജ് തീം ആയതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ബ്രൗൺ കളറും അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും പിന്നെ ഇതുപോലത്തെ ഒരു ഗ്രേ ഷെയ്ഡുമാണ്. ഇനി അതിൽ കുറച്ച് അലങ്കോലപ്പണികളൊക്കെ നടത്തണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ സൈഡിൽ കൂടി കുറച്ച് വരകളൊക്കെ ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഷി ടേപ്പ് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രിഡ് ലൈൻസ് ആണ്. അതിങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ആ കുഞ്ഞ് വാഷി ടേപ്സിലും ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഈ ഒരു തീമിലുള്ള വാഷി ടേപ്പിൻ്റെ യൂസ് കുറവായതുകൊണ്ട് ഞാൻ ഭയങ്കര കുറച്ച് നീളത്തിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നീളം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി ഒന്ന് ജോയിൻ ചെയ്തൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതുപോലൊരു റിങ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ റിങ് പോലെ സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിലിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഫൈനലി ഒരു സ്റ്റോപ്പറും കൂടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷി ടേപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറിഞ്ഞിക്ക് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് വന്ന് തലയെത്തിച്ച് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ മൂപ്പർക്ക്. കുറച്ച് നേരമായിട്ട് അവളെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ കോലാഹലങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മൾ ഈ ഒരു 2-3 ദിവസം മുന്നേ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ വിൻറ്റേജ് ജേണൽ സപ്ലീസിൻ്റെ, അതിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റിക്കേഴ്സും പിന്നെ കുറച്ച് സ്റ്റാമ്പ്സുമാണ്. അതിൽ ചെയ്യാത്ത മോഡൽ സ്റ്റിക്കറാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. ഈ ബട്ടർഫ്ലൈ ചെയ്തു വന്നപ്പോൾ അതിൽ 2 എണ്ണം കൊളായി പോവുകയും ചെയ്തു. അപ്പോൾ ഇന്നൊരു ജേണലിങ്ങും കൂടി ചെയ്യാനുള്ള എനർജി ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള സപ്ലീസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു അടിപൊളി വിൻറ്റേജ് ജേണലും കൂടി ഉണ്ടാക്കിക്കാം. ഇന്നത്തെ നമ്മുടെ ജേണൽ സപ്ലീസിൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.